ഹായ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത് ദ തേർഡ് മെത്തേഡ് ടു മെഷർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തെ അളക്കുന്നതിനുള്ള മൂന്നാമത്തെ മെത്തേഡാണ്. ഇറ്റ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതിനെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ, ചെലവ് കണക്കാക്കുന്നത്? നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയെ ആ സാധനത്തിൻ്റെ അളവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഇസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ പ്രൈസും ക്വാണ്ടിറ്റിയും മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ച് ആ എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന മാറ്റം നോക്കിയിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് മെഷറിംഗ് ഇലാസ്റ്റിസിറ്റി. എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെൻഡിച്ചർ EXP ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. അതായത് പ്രൈസിലുണ്ടാവുന്ന മാറ്റവും എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന മാറ്റവും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തേത് പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചും എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന ചേഞ്ചും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണെന്ന് പറയും. ഇനി പ്രൈസിൽ ചേഞ്ച് ഉണ്ടായിട്ടും എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യണില്ല എങ്കിൽ അതിനെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും പറയുന്നില്ല, മൂന്നെണ്ണമേ പറയുന്നുള്ളൂ. നമുക്ക് നോക്കാം. ആദ്യം ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും ക്വാണ്ടിറ്റിയും എഴുതി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ച് എക്സ്പെൻഡിച്ചർ മെത്തേഡിലേക്ക് പോകാം. അപ്പോൾ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസ്, ക്വാണ്ടിറ്റി, എക്സ്പെൻഡിച്ചർ, 3 കോളങ്ങൾ. എക്സ്പെൻഡിച്ചർ, അപ്പോൾ പ്രൈസ് സപ്പോസ് 11 റുപ്പീസാണ് കമ്മോഡിറ്റിയുടെ വില എന്ന് വിചാരിക്കാം. ക്വാണ്ടിറ്റി 6 ക്വാണ്ടിറ്റീസാണ് വാങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരിക? പ്രൈസിൻ്റെ ക്വാണ്ടിറ്റിയാണല്ലേ, 11 ഇൻറ്റു 6, 66 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് 12 റുപ്പീസ് ക്വാണ്ടിറ്റി. എന്ത് ചെയ്യണം? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ 5 മാത്രമേ ക്വാണ്ടിറ്റി വന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയാണ് വരിക? 12 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 60 അല്ലേ? ഇനി നെക്സ്റ്റ് പ്രൈസ് ഇൻക്രീസ്ഡ് ടു 15 റുപ്പീസ്, ക്വാണ്ടിറ്റി ഡിക്രീസ്ഡ് ടു 4. എന്താണ്? 15 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു, ഇവിടെയും 60 തന്നെ കിട്ടിയല്ലോ നമുക്ക്. ഇനി നെക്സ്റ്റ് 21, ക്വാണ്ടിറ്റി എത്രയാണ്? കുറഞ്ഞ് 3 ആവുന്നു. വില കൂടുന്തോറും ക്വാണ്ടിറ്റി കുറയുന്നതാണ് നമുക്ക് കാണുന്നത് അല്ലേ? അപ്പോൾ 21 ഇൻറ്റു 3 എത്രയാണ് വരിക? 21 ഇൻറ്റു 3 എത്ര വരുന്നത്? 63 വരും അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യമേ പറഞ്ഞു പ്രൈസും പ്രൈസിലുണ്ടാവുന്ന മാറ്റവും എക്സ്പെൻഡിച്ചറിലുണ്ടാവുന്ന മാറ്റവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് ഇലാസ്റ്റിസിറ്റിയാണ്? നോക്കിയേ, പ്രൈസ് ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചേ? പ്രൈസ് ഇൻക്രീസ്ഡ് അല്ലേ? അതേസമയം എക്സ്പെൻഡിച്ചർ
ഡിക്രീസ്ഡ്. അപ്പോൾ ഏതാണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് വരുമ്പോൾ ഏതാണ്? സോ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ മോർ ഇലാസ്റ്റിക്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കേസ് നോക്കാം നമുക്ക്. സെക്കൻഡ് കേസിൽ എന്താണ്? പ്രൈസ് 12 rupees ആയിരുന്നപ്പോൾ 60 ആണല്ലേ? ക്വാണ്ടിറ്റി ഡിമാൻഡ് 5 ആയതുകൊണ്ട് എക്സ്പെൻഡിച്ചർ 60 ആണ്. അതേസമയം പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 12 നിന്നും 15 ആയി. അതായത് പ്രൈസ് ഇൻക്രീസ്ഡ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ കേസിൽ എക്സ്പെൻഡിച്ചർ ചേഞ്ച്ഡ്, അൺചേഞ്ച്ഡ് ഓർ റിമെയിൻ ദ സെയിം. ഈ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയി നിന്നു അല്ലേ? കോൺസ്റ്റൻ്റ്, മാറ്റമുണ്ടായില്ല. അപ്പോൾ അതിനെ എന്താ വിളിക്കുന്നത്? അതായത് റിമെയിൻ അൺചേഞ്ച്ഡ്, പ്രൈസ് എക്സ്പെൻഡിച്ചറിൽ മാറ്റമില്ലാതിരുന്നാൽ അതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കും. യൂണിറ്ററി ഇലാസ്റ്റിക്. ഇനി തേർഡ് കേസ് നോക്കാം നമുക്ക്. തേർഡ് കേസിൽ എന്താ സംഭവിച്ചേ? 15 നിന്നും 60 എക്സ്പെൻഡിച്ചർ ഉണ്ടായിടത്തു നിന്ന് പ്രൈസ് ഇൻക്രീസ്ഡ് ടു 21, 50 to 21 ആയിട്ട് കൂടി. ഡിമാൻഡ് 4 നിന്നും 3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? എക്സ്പെൻഡിച്ചർ 60 നിന്നും 63 കൂടി അല്ലേ? പ്രൈസും കൂടി എക്സ്പെൻഡിച്ചറും കൂടി. പ്രൈസ് ഇൻക്രീസ്ഡ്, എക്സ്പെൻഡിച്ചർ ഓൾസോ ഇൻക്രീസ്ഡ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് ഫസ്റ്റ് കേസിൽ പ്രൈസ് ഇൻക്രീസ്ഡ്, എക്സ്പെൻഡിച്ചർ ഡിക്രീസ്ഡ് ആണ്. ആരോ മാർക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ രണ്ടും സെയിം ഡയറക്ഷനിലാകുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്? സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇഫ് ദ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൈസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ദർ ഈസ് inelastic or less elastic demand. If the price and expenditure move in the opposite direction, there is more elastic demand. If the price changes but expenditure does not change or remains the same, elasticity will be unitary. മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.